എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റോബിൻ ലോറൻസ്. നമ്മുടെ ചാനലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെഗ്മെൻറ്റുകളിലൊന്നായ ബുക്ക് റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണല്ലേ. ഇന്നത്തെ കാലത്ത് ചില മനുഷ്യരുണ്ട്, രാഷ്ട്രീയം എന്തോ മോശമാണ്, രാഷ്ട്രീയം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ രാഷ്ട്രീയത്തിലൊന്നും ഇടപെടുന്നില്ലെന്നും പറഞ്ഞ് അഭിമാനിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. അതേകൂട്ട് തന്നെ രാഷ്ട്രീയം നല്ല കൂട്ട് പറയുന്ന ഒരു തലമുറയും വളർന്നു വരുന്നുണ്ട്. പക്ഷേ നമുക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്, ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗത്വം വേണോ, അതോ ഏതെങ്കിലും ഒരു വലിയ ഐഡിയോളജി എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് കിടക്കണോ? അങ്ങനെയൊക്കെ ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ബുക്കിലേക്ക് കിടക്കുകയാണ്. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് റാഡിക്കൽസ് ദ ഔട്ട്സൈഡേഴ്സ് ചേഞ്ചിങ് ദ വേൾഡ് എന്ന് പറയുന്ന ജാമി ബാർട്ട്ലെറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഓതറിൻ്റെ ഒരു ബുക്കാണ്. ഈ ബുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഐഡിയോളജീസ് ഉണ്ട്, വളരെ ഉട്ടോപ്യനായിട്ട് തോന്നുന്ന ഒരുപാട് ഐഡിയോളജീസ് ഉണ്ട്. അങ്ങനെയുള്ള ഐഡിയോളജീസ് എല്ലാം കൂടെ ഒറ്റ ഒരു ബുക്കിനകത്ത് കൊണ്ടുവച്ചേക്കാണ്. അങ്ങനെ ലോകത്തെ ആകെ മാറ്റിമറിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവർ നടത്തുന്ന കാര്യങ്ങൾ റിയൽ വേൾഡിൽ നടക്കുന്നതാണ്, ഫിക്ഷണലല്ല, ഒറിജിനൽ വേൾഡിൽ നടക്കുന്ന സംഭവം ആണ് ഈ ബുക്ക് നിറച്ചു. അതായത് ഓരോ ചാപ്റ്റേഴ്സും അങ്ങനെയുള്ള ഓരോ ഐഡിയോളജീസും അത് മുന്നോട്ട് വെച്ച സംഭവങ്ങളും അത് നടത്തിയ ആളുകളെയും കുറിച്ച് പറയുന്നൊരു അടിപൊളി ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത്, അതായത് ഇതെനിക്ക് ആക്സിഡൻ്റലി തിരുവനന്തപുരം പാളയം സെക്കൻഡ് ഹാൻഡ് ബുക്ക് മാർട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. വഴിവെക്കിലുള്ള ബുക്ക് വിൽക്കുന്ന സ്ഥലത്തുനിന്ന് എനിക്ക് കിട്ടിയതാണ് ആക്സിഡൻ്റലായിട്ട്. ഇതിന് ഞാനന്ന് 50 രൂപ എന്തോ പേ ചെയ്താണ് വാങ്ങിയത്. പക്ഷേ ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ആലോചിച്ചു, ഇങ്ങനത്തെ മനുഷ്യരൊക്കെ ഇവിടെ ഉണ്ടോടെ. അതായത് ലിറ്ററലി USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, വലിയൊരു രാജ്യമല്ലേ, അതിൻ്റെ പ്രസിഡൻ്റ് ആവാൻ വേണ്ടി ഒരു പുള്ളിക്കാരൻ ഒരു വലിയ ക്യാരവനെടുത്ത് ഒരു യാത്ര നടത്തുകയാണ്. പുള്ളി മത്സരിക്കുന്നുണ്ട് ഇലക്ഷനിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം, അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആവാൻ വേണ്ടി ഒരു പുള്ളിക്കാരൻ ഒരു ക്യാരവനെടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. USA ഫുള്ള് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. പുള്ളി ജയിക്കുന്നൊന്നുമില്ല, പക്ഷേ പുള്ളി അതിന് ജയിക്കും എന്നൊരു വിശ്വാസം ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു ഉട്ടോപ്യൻ ഐഡിയ, അതായത് പുള്ളി ഒറ്റയ്ക്ക് ഇന്ന് USAയുടെ പ്രസിഡൻ്റ് ആകുമെന്നൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കുറേ ആളുകളെ ആ ഐഡിയോളജിയിലോട്ട് കൊണ്ടുവരികയാണ്. അതായത് ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ്, ഞാൻ ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആകും, നാളെ ഞാൻ ഒരു വണ്ടി എടുത്ത് ഇന്ത്യ ഫുൾ ഇറങ്ങുകയാണ്. വണ്ടിയെല്ലാം കറങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്ക് എനിക്കൊരു 10-20 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി, എന്താണല്ലേ. അങ്ങനെ ഒരു മനുഷ്യൻ്റെ കഥയാണ് ഈ പുസ്തകത്തിൽ ആദ്യത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അത് റിയലായിട്ട് നടന്നൊരു കഥയാണ്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഇത് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അതേകൂട്ടത്തുള്ള ഭയങ്കര വലിയ സംഭവങ്ങൾ, കുറേ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള ടോപ്പിക്കുകൾ, ലൈക്ക് ഇലുമിനാറ്റി. എന്താണ് ഇലുമിനാറ്റി നമ്മളെ ഭരിക്കുന്നുണ്ടോ? അതേകൂട്ട് കുറേ സീക്രട്ട് ഓർഗനൈസേഷൻ, UFO, അങ്ങനത്തെ കുറേ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള ടോപ്പിക്കുകൾ. പിന്നെ അമേരിക്കയുടെ ചാരരഹസ്യങ്ങൾ, ലോകത്തെ നിയന്ത്രിക്കുന്നത് ആര്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. ഇങ്ങനത്തെ എല്ലാം നമ്മളിങ്ങനെ ആകാംക്ഷയുടെ മുമ്പിൽ നിർത്തുന്ന എന്നാൽ റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങളും തിയറീസും ഐഡിയോളജീസും എല്ലാം ഇതിൽ പറയുന്നുണ്ട്. അപ്പം വായിക്കാനാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അല്ലാതെ നോർമലി ഫിക്ഷനൊക്കെ വായിക്കുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. കാരണം ഇതൊരു സ്റ്റഡി റിപ്പോർട്ട് തൊട്ടാണ് പുള്ളി എഴുതിയേക്കുന്നത്. സോ ബേസിക്കലി നല്ലൊരു പുസ്തകമാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് വേൾഡ് പൊളിറ്റിക്സ്, കുറച്ച് ഹിസ്റ്ററി അതെല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. സോ വളരെ അടിപൊളിയായിട്ടുള്ളൊരു പുസ്തകമാണ് റാഡിക്കൽസ് ഔട്ട്സൈഡേഴ്സ് ചേഞ്ചിങ് ദ വേൾഡ് എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ്. ഇത് ആമസോണിലും ഒന്നും അവൈലബിൾ അല്ല. ഞാൻ ഇതിൻ്റെ പല ഡീറ്റെയിൽസും നോക്കി, പക്ഷേ മിക്ക സൈറ്റുകളിലും ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടെന്ന് പോലും പറയുന്നില്ല. അതിൽ ഈ ബുക്ക് വായിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇത് എവിടുന്നേലും തപ്പിപ്പിടിച്ച് വായിച്ചോ കേട്ടോ. കാരണം നല്ല രസമാണ്. കാരണം ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നമ്മളൊക്കെ സിനിമയിൽ കാണുന്ന സാധനമൊക്കെ റിയൽ ലൈഫിൽ നടക്കുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഒരു ഇതാണ്. പിന്നെ നമുക്ക് വേൾഡ് പൊളിറ്റിക്സ്, ഓഫ് കോഴ്സ് അതിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് മനസ്സിലാവും. ലൈക്ക് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പൊളിറ്റിക്സിൽ ഇടപെടില്ലെന്ന് പറയുന്ന ഒരു കൂട്ടം മനുഷ്യരും ഇടപെടുന്ന ഒരു കൂട്ടം മനുഷ്യരും, അങ്ങനെയുള്ളവരുടെ വ്യത്യാസങ്ങൾ, അവരുടെ സ്ട്രഗിളുകൾ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമുക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് നമ്മളൊന്ന് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് അവരുടെ പീപ്പിളിനെ ഭരിക്കുന്നത്, അവരെങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. ഇപ്പം പെട്ടെന്ന് തന്നെ ഒറ്റൊരു ദിവസം കൊണ്ട് ഒരു രാജ്യത്തിലെ കറൻസി എടുത്ത് കളയുക, അടുത്ത ദിവസം പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്കൊരു അവബോധം ഉണ്ടാക്കാൻ എന്നെ ഈ ബുക്ക് സഹായിച്ചിട്ടുണ്ട്.
സോ നല്ലൊരു ബുക്കാണ്, വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാം. ഇതിൻ്റെ പ്രൈസായിട്ട് ഇതിൽ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 യൂറോ ആണ്. ഇതിൽ ഇന്ത്യൻ മണി കൊടുത്തിട്ടില്ല. കൺവേർട്ട് ചെയ്യുമ്പം കുറച്ചുണ്ടാവും, കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. എനിക്ക് ഇപ്പോഴത്തെ കറണ്ട് റേറ്റ് എത്രയാണെന്ന് അറിയില്ല. 8 യൂറോ. എന്തായാലും ആമസോണിൽ ഞാൻ കണ്ടില്ല, ഫ്ലിപ്കാർട്ടിലും കണ്ടില്ല. പക്ഷേ ഏതൊക്കെയോ അല്ലാത്ത കുറേ സൈറ്റുകളിലും പിന്നെ സെക്കൻഡ് ഹാൻഡ് ബുക്ക്സ് കിട്ടുന്ന കടകളിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാനിത് അവിടുന്ന് വാങ്ങുന്ന ടൈമിൽ ഇതിൻ്റെ ഒരു 5 കോപ്പി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നൊന്ന് എടുത്തായിരുന്നു. എന്തായാലും നല്ലൊരു ബുക്കാണ്, വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വായിക്കാം. ഇങ്ങനത്തെ ബുക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് പൊളിറ്റിക്സിനെ പറ്റി പഠിക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റും നടക്കുന്ന പൊളിറ്റിക്സ്. നമ്മുടെ ഉള്ളി വിലയിൽ നിന്ന് പെട്രോളിൻ്റെ വില വരെ നിയന്ത്രിക്കുന്നത് ഈ പൊളിറ്റിക്സാണ്. അതിനെപ്പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ലൊരു രാജ്യം നമുക്കുണ്ടാവുള്ളൂ. അല്ലാതെ കുറേ ഐഡിയോളജീസ് എടുത്ത് തലയിൽ വെച്ച് അതിൻ്റെ അടിമകളായിട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. എല്ലാത്തിനെയും വിശദമായി വിവരിച്ച് പഠിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. എല്ലാം നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.